ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് പപ്പായ വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തയ്യാറാക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ പപ്പായ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം പപ്പായാണ് എടുത്തിട്ടുള്ളത്. അളവ് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 1.5 കപ്പെല്ലാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം 1.5 കപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ തോരന് വേണ്ടി എടുത്തിട്ടുള്ളത് വാഴക്കൂമ്പാണ്. അതും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വാഴക്കൂമ്പ് നമ്മളിവിടെ എന്താ പറയുക, തോരൻ്റെ അല്ല കേട്ടോ, നമ്മൾ കണ്ണൂർ ഇവിടെ പറയുക വറവ് എന്നാണേ പറയുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ തോരൻ എന്ന് പറഞ്ഞത്. ഇതും ഞാനിവിടെ മിക്സിയുടെ ജാറില്ലേ, കട്ടിങ് ജാറ്, അതിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ കറിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ തളേനാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ ആ ഒരു ചുണ്ണാമ്പ് പോലുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ കത്തി വെച്ചൊന്ന് ഉരച്ച് പോക്കിയിട്ട് എന്താ പറയുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൽ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് തോരനിലേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ നമ്മുടെ തോരനിലേക്ക് ഒരു ചെറിയ സവാളയൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കൈവച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഉപ്പും മുളകെല്ലാം ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ എന്താ പറയുക, കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുമ്പോഴേക്കും മീനിൽ നന്നായിട്ട് ഉപ്പും മുളകെല്ലാം പിടിച്ച് കിട്ടും. പക്ഷെ എത്ര സമയം ഉപ്പും മുളകും പുരട്ടി വെച്ചാലും ഈ ഒരു മീനിൽ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, ഒരു ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെയാണ്. അങ്ങനെ ഞാൻ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം കറി തയ്യാറാക്കി എടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പപ്പായ വെച്ച് നല്ല സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ ഇതിലേക്കൊരു തക്കാളി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല പഴുത്ത തക്കാളി എടുക്കണം. പിന്നെ ഇത് ഒരു ചെറിയ സവാള ഒന്ന് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1.5 കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കറി കുറച്ച് കട്ടിയായിട്ട് കിട്ടേണ്ടതുകൊണ്ട് കുറച്ച് തേങ്ങ അധികം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട, നമ്മൾ പപ്പായ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി ഒരിത്തിരി മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം കൂടി പോകണ്ട കേട്ടോ. വെള്ളം കൂടി പോകാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടൂല. അങ്ങനെ ഞാൻ ഇതവിടെ നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയും ഒപ്പം തന്നെ പച്ചമുളകും എന്താ പറയുക കറിവേപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സവാളയിൽ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ പപ്പായയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഉടഞ്ഞ് വരണമെന്നൊന്നുമില്ല കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട. 1/4 ടീസ്പൂൺ നല്ല കറക്റ്റ് പാകത്തിനുള്ളതാട്ടോ. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും പപ്പായക്ക് തീരെ വേവൊന്നും ഇല്ലയെന്ന്. പക്ഷേ ചില പപ്പായ നല്ല വേവുള്ള പപ്പായയും ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. വേറൊരു ഇനമുണ്ട്, എന്താ പറയുക, കുറച്ചധികം തന്നെ വേവുണ്ട്. അത് ഞാൻ കുക്കറിലിട്ടാ വേവിച്ചെടുക്കൽ. അങ്ങനെ ഞാൻ ഇതാ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരി ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 5-6 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മുടെ എന്താ പറയുക, ആ ഒരു വെളുത്തുള്ളിയെല്ലാം കളറൊന്ന് മാറി വരില്ലേ, അതുവരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വെളുത്തുള്ളി തൊലിയോടുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത്. അങ്ങനെ ഇത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിത് ഇതിലേക്ക് നമ്മുടെ വാഴക്കൂമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് എന്താ പറയുക, ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മീനും ഇതവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനിവിടെ നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്പായ വെന്തോ നോക്കാം. വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതും ഇവിടെ വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി മൺചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തോരൻ നന്നായിട്ട് നല്ല പാകത്തിന് നമ്മുടെ വാഴക്കൂമ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടച്ചെടുക്കണ്ട കേട്ടോ. നമ്മൾ പച്ചക്കറിയെല്ലാം ഒരുപാട് വേവിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നല്ല പാകത്തിനുള്ള ഒരു വേവില്ലേ, ആ ഒരു വേവിലൊന്ന് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വെന്തുടഞ്ഞിട്ട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പപ്പായും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് കൈവച്ചിട്ട് നോക്കാം, വെന്തോന്ന് നോക്കാം കേട്ടോ. ഒരുപാട് വെന്തുടച്ചെടുക്കണ്ട, എന്നാൽ തീരെ വേവാതെയോ ആയി പോകരുത്. അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകണ്ട, എന്നാൽ വെള്ളം തീരെ കുറഞ്ഞും പോകരുത്. ഈ ഒരു ലൂസ് കണക്കാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തായാലും ആവശ്യമാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആദ്യം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയത്തിലിട്ടിട്ട് വേണം പിന്നെ വേവിച്ചെടുക്കാൻ. ഒരുപാട് വെട്ടി തിളക്കണ്ട കേട്ടോ. ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകണ്ട, 1/4 ടീസ്പൂൺ നല്ല കറക്റ്റാണ്. അങ്ങനെ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാടൊന്നും തിളക്കണ്ട കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊന്ന് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെയും പൂരിയുടെയും ദോശയുടെ എല്ലാം കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. പപ്പായ തന്നെയാണോ എന്ന് ചോദിച്ചു പോകും, അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ പപ്പായ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മീനും ഇതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് പപ്പടം കൂടി ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.